ലളിതാ സഹസ്രനാമത്തിൽ 70ാമത്തെ മന്ത്രമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത എന്നുള്ളതാണ് അടുത്ത നാമം. കിരിചക്ര രഥാരൂഢയായ ദണ്ഡനാഥ ദേവി പുരസ്കൃതയായിട്ടുള്ളവൾ, മുമ്പിൽ വഴി കാണിച്ച് പോകുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ദേവി ലളിതാംബിക ശ്രീചക്രരാജത്തിൽ ഇരിക്കുന്നു. ദേവിയുടെ രഥത്തിന് മുമ്പായിട്ട് കിരിചക്രം എന്ന് പറയുന്ന രഥം പോകുന്നു. അതിൽ ദണ്ഡനാഥാദേവി അതിലിരിക്കുന്നു. ദേവിക്ക് വഴി കാണിക്കുന്നു എന്നുള്ള മട്ടിൽ ദേവി ആ രഥത്തെ ചലിപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. കിരി എന്നുള്ള വാക്ക്, കിടി എന്നൊക്കെയുള്ള സംസ്കൃത പദം, ഇതിനൊക്കെ കാട്ടുപന്നി എന്നാണ് അർത്ഥം. കാട്ടുപന്നിയുടെ ശരീരം വളരെ ബലിഷ്ഠമാണ്. അതിൻ്റെ ആകൃതിയും പ്രത്യേക രീതിയിലുള്ള, അതിൻ്റെ സഞ്ചാരവും നേരെയുള്ള സഞ്ചാരമാണ്. ആകൃതി കൊണ്ടും അതിൻ്റെ സഞ്ചാരം കൊണ്ടും ഒരു കാട്ടുപന്നിയെ സ്മരിപ്പിക്കുന്നതാണ് ദേവിയുടെ രഥം. ദേവിക്ക് 2 മുഖങ്ങളാണ് എന്ന് പറയും. വാരാഹി എന്ന് ദേവിക്ക് ഒരു പേരുണ്ട്. വരാഹ മുഖവും കാട്ടുപന്നിയുടെ മുഖവുമുണ്ട്, അതുപോലെ മനുഷ്യ മുഖവുമുണ്ട്. കാട്ടുപന്നിയെപ്പോലെ ബലിഷ്ഠമാണ് ദേവിയുടെ ആകൃതി, ദേവിയുടെ നടത്തം എന്നൊക്കെ ഉള്ളതുകൊണ്ട് വാരാഹി എന്നാണ് പേര്. ദണ്ഡനാഥ എന്ന് മറ്റൊരു പേര്. ആ ദണ്ഡം കൊണ്ട്, ദണ്ഡോപായം കൊണ്ട് മറ്റുള്ളവരെ ശിക്ഷിക്കുന്നത് കൊണ്ട് നാഥയാണ് ദേവി എന്നൊരു അർത്ഥം. അതുപോലെ സങ്കേത എന്ന് ദേവിക്കൊരു പേരുണ്ട്. പലപ്പോഴും നമ്മൾ യുദ്ധരംഗത്ത് വാക്കുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ ആരവം, ഒച്ച, അതുപോലെ പല കാര്യങ്ങളും, സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ദേവി കണ്ണ് ചലിപ്പിച്ചാൽ, ദേവിയുടെ കടക്കണ്ണ് കൊണ്ട് കാണിച്ചാൽ അത് മനസ്സിലാക്കും. ഉത്തമ ഗുരുവും ഉത്തമ ശിഷ്യനും അങ്ങനെയാണെന്ന് പറയും. ഗുരു പറയാണ്ട് തന്നെ അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ് ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ശിഷ്യൻ ശ്രദ്ധിക്കണം. പറയുന്നതിന് മുമ്പേ തന്നെ അത് പ്രവർത്തിക്കാൻ സന്നദ്ധനാവുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഉത്തമ ശിഷ്യൻ്റെ ലക്ഷണം. അതുപോലെ പറഞ്ഞിട്ട് ചെയ്യുന്ന ശിഷ്യൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ അധമൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സങ്കേത എന്ന് ദണ്ഡനാഥ ദേവിക്ക് വേറൊരു പേരുണ്ട്. ആ ദേവി സാക്ഷാത് ലളിതാംബിക എന്ത് പറയുന്നു അത് പറയുന്നതിന് മുമ്പേ മനസ്സിലാക്കി, ആ സങ്കേതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രവർത്തിക്കുന്ന ആളാണ് ദേവി. കിരി എന്നുള്ള വാക്കിന് ക്രിയ എന്നുള്ള അർത്ഥം ഉണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെയുള്ള ക്രിയകളുടെയൊക്കെ നാഥയാണ്. അതുകൊണ്ട് ഒരു ഉപാസനയുടെ നാഥയാണ് ദേവി എന്നുള്ള രീതിയിൽ ഉപാസകന് സഹായിക്കുന്ന ഈ പ്രവൃത്തികളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ ഉപാസകൻ്റെ സഹായി എന്നുള്ള അർത്ഥവും അതിന് വരും. അങ്ങനെ ലളിതാംബികാ ദേവി മന്ത്രിണി ദേവിയായിട്ടും ദണ്ഡിനി ദേവിയായിട്ടും സമ്പത്കരി ദേവിയായിട്ടും അശ്വാരൂഢയായിട്ടും കൂടെ നമ്മുടെ മനസ്സിൽ ഉത്തമമായ ചിത്തവൃത്തികളെ ഉണ്ടാക്കിക്കൊണ്ട് ഈ പുറകോട്ട് ചലിക്കുന്ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തർമുഖമാക്കിക്കൊണ്ട് അന്തർമുഖവൃത്തികളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭണ്ഡാസുരനോട് യുദ്ധം ചെയ്തു എന്നാണ് ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഇതിൻ്റെ താല്പര്യങ്ങൾ. കിരിചക്രം എന്നുള്ള രഥാരൂഢയാണെങ്കിലും ദണ്ഡനാഥ പുരസ്കൃത എന്നുള്ളതിന് ദണ്ഡനാഥ അപുരസ്കൃത എന്ന് ഒരു മാറ്റി വ്യാഖ്യാനിക്കുന്ന രീതിയുണ്ട്. കിരി എന്ന് വെച്ചാൽ ക്രിയ എന്നുള്ള അർത്ഥം പറഞ്ഞു. നമ്മൾ അനേക കർമ്മങ്ങളിൽ ഏർപ്പെട്ടവരാണ് സാധാരണ ജീവന്മാർ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള മഹാക്രിയകളിലാണ് ദേവന്മാരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ക്രിയാപഥത്തിൽ സഞ്ചരിക്കുന്നു. ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴും ദണ്ഡനാഥ എന്ന് വെച്ചാൽ ദണ്ഡനീതിയുള്ള യമൻ എന്നാണ് അർത്ഥം. ആ യമനാൽ അപുരസ്കൃത, തിരസ്കരിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ ദണ്ഡനാഥനും കൂടി ഈ ദേവിയുടെ അടുത്ത് വരുന്നില്ല, ഈ ദേവിയുള്ള സ്ഥലത്ത് വരുന്നില്ല എന്ന് ഒരർത്ഥം. അപുരസ്കൃത, തിരസ്കരിക്കപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ
സാധാരണ ലൗകിക ജീവിതത്തിലുള്ളവരാണെങ്കിലും ഏത് ഉദ്യോഗത്തിലുള്ളവരാണെങ്കിലും ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർ ഈ ദണ്ഡനാഥയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഈ സമ്യക്കായിട്ട് ക്രിയ ചെയ്യുന്ന നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നതൊക്കെ ഒന്നെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് അല്ലെങ്കിൽ തെറ്റായിട്ട്, ഇതിനെ ഹീനമിഥ്യാദി യോഗങ്ങൾ എന്ന് പറയും. ഒരു കാര്യം ചെയ്യണം, അതിനെ ഒന്നെങ്കിൽ നമ്മൾ അധികപ്പറ്റായിട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കുറവായിട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതിയിൽ ചെയ്യും. അങ്ങനെ നമ്മൾ ഈ കുറവായിട്ടോ കൂടുതലായിട്ടോ തെറ്റായിട്ടോ ചെയ്യാണ്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ദേവിയുടെ അനുഗ്രഹം സഹായിക്കുന്നു. അങ്ങനെ ചിരം ജീവിക്കുവാൻ, ചിരം ജീവന്നേവ ക്ഷപിത പശുപാശ വ്യതികരഹ എന്നൊക്കെ കാമാസക്തികളൊന്നും ഇല്ലാണ്ട്, കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം എന്നുള്ള സാധാരണ ഒരു മൃഗതുല്യമായ ജീവിതം, മൃഗതുല്യമായ വൃത്തികളൊക്കെ നശിച്ച് ജീവൻ മുക്തനായിട്ട് നമുക്ക് ജീവിക്കുവാൻ, അങ്ങനെയുള്ളവരടുത്ത് മരണഭയം തെല്ലും അവർക്കുണ്ടാവില്ല. അങ്ങനെ മരണഭയത്തെ ജയിച്ചവരായിട്ട്, യമൻ പോലും അടുത്ത് ചെല്ലാത്തവരായിട്ട്, പുരസ്കൃതം എന്ന് വെച്ചാൽ മുമ്പിൽ നിൽക്കുന്നവൻ, അപുരസ്കൃത എന്ന് വെച്ചാൽ മുമ്പിൽ നിൽക്കാത്തവൻ, അകന്ന് നിൽക്കുന്നവൻ എന്ന് സാക്ഷാത് യമൻ പോലും അകന്ന് നിൽക്കുന്നവനായിട്ട്, ശരിയായ ധർമ്മം അനുഷ്ഠിക്കുന്നവരായിട്ട്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പശുപാശങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട്, ഈ ദേവിയുടെ ദണ്ഡനാഥയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ അപുരസ്കൃത എന്ന് പറയുന്നതിൻ്റെ ഒരു സൂക്ഷ്മാർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.